ഹലോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം കുറച്ച് കാലങ്ങളായിട്ടൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യുകയും പേഴ്സണലി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഒരാൾ ഇങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് മെൻഷൻ ചെയ്യാട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയുള്ള ഒരാളാണ്. വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എനിക്കും കൂടെ വേണ്ടിയിട്ട് ഞാനൊരു 14 ദിവസത്തെ വെയ്റ്റ് ലോസ് ജേർണി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു 14 ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 14 ഡേയ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് മുതൽ, അതായത് ഇന്ന് രാത്രി മുതൽ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചത് അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഞാൻ 8 മണിക്കൂർ ഫുഡ് കഴിക്കുകയും 16 മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഈറ്റിംഗ് വിൻഡോ ഏത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാൻ സെലക്ട് ചെയ്ത ടൈം 11 to 7 ഫുഡ് കഴിച്ചിട്ടും 7 to 11 ഫുഡ് കഴിക്കാതെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ഈറ്റിംഗ് വിൻഡോ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. രണ്ടാമത്തെ കാര്യം, ഞാൻ മുഴുവനായിട്ട് ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ട്. ഷുഗറും കാർബോഹൈഡ്രേറ്റും മാക്സിമം ഞാൻ അരിഭക്ഷണം കഴിക്കാതെ കുറച്ചിട്ടും ഷുഗർ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടുമാണ് ഡയറ്റ് എടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അരമണിക്കൂർ എന്തായാലും വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ് ആവട്ടെ, ഇനിയിപ്പോൾ നടക്കലാവട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. നാലാമത്തെ കാര്യം, 8 hours ഉറക്കമാണ്. മസ്റ്റായിട്ടും 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അതും കറക്റ്റ് രാത്രി മുതൽ രാവിലെ തന്നെ ഉള്ള രീതിയിൽ തന്നെ മാക്സിമം ഉറങ്ങാൻ നോക്കുക. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 25 കിലോ റേഷ്യോയിൽ, അത് 25 കിലോ വെച്ചിട്ട് 1 ലിറ്റർ വെച്ചിട്ട് കുടിക്കുക. ഇപ്പം ഞാനുള്ളത് 69 kg ആണ് വരുന്നത്. ഇന്നത്തെ വെയിറ്റ് 69.35 ആണ്. സോ ഞാനൊരു 3 ലിറ്റർ എന്തായാലും കുടിച്ചിരിക്കണം. അപ്പം 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഈ 5 കാര്യങ്ങളും ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് വിചാരിക്കുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് മുതൽ 14 ദിവസമാണ് വെയിറ്റ് ലോസ് ചലഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ബാക്കിയൊക്കെ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, ഏത് സമയമാണ് കഴിക്കുന്നത്, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കലോറി മെഷർ ചെയ്ത് നോക്കാവുന്നതാണ്. ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് കലോറീസ് ഫുഡായാലും അടിച്ചു കൊടുത്താൽ കറക്റ്റ് കലോറി എത്രയാണ് നമുക്ക് പറഞ്ഞു തരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. 3 ലിറ്റർ വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഷുഗർ മാക്സിമം കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വേറെ സാധനങ്ങളൊന്നും കുടിക്കേണ്ട. ഇപ്പം എന്താ പറയുക, എക്സ്ട്രാ സാധനങ്ങളൊന്നും കുടിക്കാനോ കഴിക്കാനോ നിൽക്കേണ്ട. വെള്ളം മാത്രം കുടിക്കാൻ നോക്കുക, മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ പെട്ടെന്നൊരു ദിവസം 16x8 hours ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർ ചാടിക്കയറി ഇന്ന് തന്നെ ഞങ്ങൾ 16x8 hours ഒക്കെ എടുക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട. 14x10 നമുക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും 14 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിന് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഈ കുട്ടി എന്തെന്ന് കുറച്ച് സീരിയസ് ആയി വന്നതെന്നല്ലേ. അപ്പോൾ നന്നായിട്ട് തുമ്മലുണ്ടായിരുന്നു, ചെറിയ അലർജി പ്രശ്നമുണ്ട്. അപ്പോൾ തുമ്മി ഏകദേശം കിളി പോയ അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇരുന്ന് ചെയ്തത്. സോ അപ്പം മാക്സിമം നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചലഞ്ചിൽ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ഫോളോ അപ്പ് ചെയ്യാം. 14 ദിവസം ഒന്ന് എഫേർട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. പറ്റുന്നിടത്തോളം മാക്സിമം നമ്മളുടെ ബോഡീനെ അധികം ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ, അധികം ടെൻഷൻ അടുപ്പിക്കാതെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെയിറ്റ് ലോസ് നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. സോ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഇന്ന് എന്തായാലും വെയിറ്റ് ലോസ് ചലഞ്ച് അപ്ഡേറ്റ് ചെയ്യും. 14 ദിവസം ഡെയിലി ഈവനിങ് ആകുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. 14 ദിവസമേ ഉള്ളൂ. ഒന്ന് എഫേർട്ട് എടുത്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഒരുപാട് ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാക്സിമം നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു ഗോൾ വെച്ചിട്ട് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാൻ നോക്കുക.
ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റ് സ്റ്റാർട്ടിങ് വെയിറ്റ് എത്രയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചലഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് വെയിറ്റ് എത്രയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഞാനും എൻ്റെത് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ വെയിറ്റിൻ്റെ ഇത് ഞാനിവിടെ കൊടുക്കാം, ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 14 ഡേ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എഫക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് ആയതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്യുക, അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ബായ്.